സുജിത്തിന് സമാനമായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്റെ സ്വർണ്ണമാലയാണ് ഊരി നൽകിയത്. ഇത്രയും വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിൽ ആ പോരാട്ടത്തിന്റെ വീര്യം കെടാതെ തന്നെ കാത്തു സൂക്ഷിച്ച സുജിത്തിന് ഒരു പിന്തുണയായാണ് അത്തരത്തിലൊരു സ്നേഹ സമ്മാനമായാണ് ആ ഒരു സ്വർണ്ണമാല അണിയിച്ച് നൽകിയത്. നമുക്ക് DCC പ്രസിഡന്റിനോട് ചോദിക്കാം, എന്തായിരുന്നു ആ ഒരു സ്വർണ്ണമാല നൽകാനുള്ള ഒരു വികാരം? അതായത് KPC പ്രസിഡന്റ് കൂടെ വെച്ച് പറഞ്ഞു, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിവാഹമോതിരം കൊടുത്തു. അപ്പോൾ വിവാഹമാല DCC സമ്മാനിക്കുന്നു പറഞ്ഞു. സ്വാഭാവികമായും അന്ന് ആ ദിവസം വരെ കാത്തില്ല, എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അപ്പോൾ ഊരി കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷമാണ്, കാരണം പാർട്ടി ഇത്രയും കരുതുണ്ട് എന്നുള്ളതാണ്. AICCയും KPCCയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റാണ്. അതിലൊക്കെ കാണിക്കുന്ന ഒരു കരുതൽ അല്ലെങ്കിൽ സ്നേഹം അതെല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ള മെസ്സേജാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ പാർട്ടി കൂടെ ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റി, വളരെ സന്തോഷമാണ്. അത് പെട്ടെന്നുള്ളൊരു തോന്നലായിരുന്നു ആ മാല ഊരി നൽകുന്നത്? പ്രസിഡന്റ് പറഞ്ഞപ്പോൾ പിന്നെ അത് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇതിനൊന്നും നോക്കിയില്ല, കഴുത്ത് കിടന്ന മാല ഊരി കൊടുത്തു. തീർച്ചയായിട്ടും. ഇപ്പോൾ സുജിത്തിനോട് തന്നെ ചോദിക്കാം, ഈ കാണുന്നതാണ് ആ മാല, DCC പ്രസിഡന്റ് നൽകിയ മാല. അപ്പോൾ എന്താണ് സന്തോഷം തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ആദ്യം സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ആദ്യം തുടക്കം വെച്ചത് KC വേണുഗോപാലായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാവരും നല്ല ഭയങ്കര താല്പര്യം, അതുപോലെ കല്യാണം വരെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താന്നുള്ളൊരു DCC ഉൾപ്പെടെ അതുപോലെ റയീസേട്ടൻ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരും ഏറ്റെടുത്തുള്ള കാര്യമാണ്. ഇപ്പോൾ വക്കീൽ മാല വരെ ഒരു തരികയുണ്ടായിട്ടുള്ളത്. വളരെയധികം സന്തോഷം ആയിരുന്നില്ലേ. എന്തായാലും ഒരു നിയമ പോരാട്ടം തുടരും. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം ആലോചിച്ചുകൊണ്ട് നിയമം ഒരുമിച്ച് പോകും. സമരം നിർത്തുന്നില്ല, നിയമ നടപടികൾ നടത്തുന്നില്ല. സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതുവരെ സമരം കണ്ടിന്യൂ. അതാണ് ആ സർവീസിൽ നിന്നും ഈ ഒരു ഉദ്യോഗസ്ഥരെ, ഈ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരെ ടെർമിനേറ്റ് ചെയ്യുന്നവരെ സമരം തുടരും. അതുവരെ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളും പറയുന്നത്. ക്യാമറമാൻ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.